ഗ്രൂപ്പ് സ്റ്റേജിൽ 2 മാച്ചുകൾ എല്ലാ ടീമുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ 7 ടീമുകളാണ് ക്വാളിഫിക്കേഷൻ കൺഫേം ചെയ്തേക്കുന്നത്. ആ 7 ടീമുകൾ മെക്സിക്കോ, US, ജർമ്മനി, ഫ്രാൻസ്, നോർവേ, അതുപോലെ തന്നെ അർജന്റീന, കൊളംബിയ എന്നീ ടീമുകളാണ്. ഇതല്ലാത്ത ടീമുകൾക്കെല്ലാം ലാസ്റ്റ് മാച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഒരു കൺഫർമേഷൻ പറയുന്നത്. ഇനി വരാൻ പോണ പ്രധാനപ്പെട്ട മാച്ചുകൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീൽ, മൊറോക്കോ, അതുപോലെ നെതർലാൻഡ്സ്, ജപ്പാൻ, ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഫ്രാൻസ്, സെനഗൽ പോലത്തെ ഇമ്പോർട്ടന്റ് മാച്ചുകൾ ഓൾറെഡി കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മാച്ച് നമ്മൾ പറഞ്ഞായിരുന്നു തുർക്കി വേഴ്സസ് USA മാച്ച്. കാരണം ആ ഗ്രൂപ്പിലത്തെ ഓരോ ടീമുകളും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതാണ്. നമുക്ക് ആരാണ് ടോപ്പിൽ എത്താൻ പോണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് അനാലിസിസിന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലെല്ലാ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. തുർക്കി ഇത്രയും ഒരു സ്ക്വാഡ് വാല്യൂ വെച്ചിട്ട് അവർക്ക് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. എല്ലാവരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ കോച്ച് കാരനാണ് ആളെ പുറത്താക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതുപോലെ എൻഡ് റിസൾട്ടിൽ ഷോട്ടുകളും 62 ഷോട്ടാണ് 2 മാച്ചിലും കൂടി അവർ എടുത്തതാണ്. അപ്പോൾ ഇവഞ്ച്വലി അവരുടെ ടീമിന്റെ ഇതുകൊണ്ടല്ല, ഈ ഫിനിഷിംഗ് പവറിലുള്ള വീക്ക്നെസ് കാരണമാണ് നല്ലൊരു റിസൾട്ടിലേക്ക് അവർക്ക് എത്താൻ പറ്റാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട മാച്ച് ജപ്പാൻ വേഴ്സസ് സ്വീഡൻ ആണ്. ആ ഗ്രൂപ്പിൽ ഓൾറെഡി ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന നെതർലാൻഡ്സ് ആണ്. പക്ഷെ 2ാം സ്ഥാനക്കാരും 3ാം സ്ഥാനക്കാരായിട്ട് കയറാനുള്ള അവസരം അവർക്കുണ്ട്. നമുക്കറിയാം ഈ റൗണ്ട് കഴിഞ്ഞ് അടുത്ത റൗണ്ടിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഫസ്റ്റും സെക്കൻഡ് എന്നുള്ളവർക്കല്ല, ടോപ്പ് നിൽക്കുന്ന 3rd പൊസിഷനിലുള്ള 8 ടീമുകൾക്കും നെക്സ്റ്റ് റൗണ്ടായ റൗണ്ട് ഓഫ് 32ലേക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ടീമുകളും അതിനുവേണ്ടി എന്തായാലും ഫൈറ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.